നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ MS ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഏറ്റവും പുതിയതായി നവീകരിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടന വിശേഷങ്ങളാണ്. ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് പ്രശസ്ത സിനിമാ താരം ധ്യാൻ ശ്രീനിവാസനാണ്. ആ ഒരു വീഡിയോയുടെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകാൻ പോകുന്നത്. കൃത്യം 9:30 തന്നെ നല്ല ക്രൗഡ് അവിടെ അനുഭവപ്പെട്ടു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. പിന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശസ്ത സിനിമാ താരം ധ്യാൻ ശ്രീനിവാസനാണ് ഇന്ന് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പക്ഷേ ഈ റോഡിലോ കാര്യങ്ങളോ ഒന്നും തന്നെ യാതൊരു രീതിയിലുള്ള തിരക്കും അനുഭവപ്പെടാത്ത രീതിയിൽ തന്നെയാണ് MS ഗോൾഡൻ ഡയമണ്ട്സ് ഈ ഒരു പരിപാടി കണ്ടക്ട് ചെയ്തത് എന്നുള്ള കാര്യം എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ നല്ലൊരു മ്യൂസിക്കൽ ടീമും അവിടെ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഡയമണ്ട്സിന്റെ ഈ വിജയവേദിയിലേക്ക് ഏറ്റവും ബഹുമാനായിട്ടുള്ള ഞങ്ങളുടെ ചെയർമാൻ മുഹമ്മദ് സാറിനെ ബഹുമാന പുരസ്സരം നല്ലൊരു കൈയടികളോട് കൂടെ തന്നെ ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പേരാവൂരിന്റെ മണ്ണിൽ നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചതുപോലെ തന്നെ സ്വർണ്ണാഭരണ വിപണന രംഗത്ത് പുതിയൊരു പെരുമ സൃഷ്ടിക്കുന്നതിനായി MS ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം എത്തിയിരിക്കുന്നു. അതോടൊപ്പം 8-ാം തീയതിയും നമുക്ക് മൈസൂരിൽ MS ഗോൾഡൻ ഡയമണ്ട്സിന്റെ 5ാമത്തെ ഷോറൂമിന്റെ ഇനോഗ്രേഷൻ ആണ്. അങ്ങനെ പല ജില്ലകളിലും പല സംസ്ഥാനങ്ങളിലും ഒക്കെയായി MS ഗോൾഡൻ ഡയമണ്ട്സിന്റെ പരിശുദ്ധിയുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ന് പേരാവൂരിന്റെ മണ്ണിൽ പുതുമകളോട് കൂടിയുള്ള ഡിസൈനുകളും പാറ്റേണുകളുമായിട്ട് ഞങ്ങൾ എത്തുന്നു. ഇനോഗ്രേഷനോടനുബന്ധിച്ച് ഈ ലക്കി ഡ്രോ കോൺടെസ്റ്റ് മാത്രമല്ല, ഇന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇന്ന് മാത്രമല്ല 1, 2, 3 തീയതികളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് മോഡലാണെങ്കിലും, അതിപ്പോ ആന്റിക് ഡിസൈൻ ആണെങ്കിലും ചെട്ടിനാട് ഡിസൈൻ ആണെങ്കിലും സിംഗപ്പൂർ കളക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഏത് തരത്തിലുള്ള ഡിസൈനർ കളക്ഷനും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുക വെറും 2.9 ഇതുപോലുള്ള ഓഫ് ബീറ്റ് പാട്ടുകൾ നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ ഇത് MS ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഗംഭീരമായൊരു ഇനോഗ്രേഷൻ ഫംഗ്ഷന് വേണ്ടി നമ്മൾ എല്ലാവരും വന്നിരിക്കുകയാണ്. അടിപൊളി പെർഫോമൻസുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുള്ളത് ഈ പാട്ടിന്റെ ആദ്യത്തെ ബീറ്റ് വന്നപ്പോ അവിടെയുള്ള ചേച്ചിമാരും താത്തമാരും അവര് താളം പിടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങൾ നമുക്ക് പറ്റിയ ടീംസ് ആണെന്നുള്ളത്. അല്പസമയത്തിനകം തന്നെ മലയാളക്കര നെഞ്ചിലേറ്റി ഒരുപാട് ഹിറ്റ് സിനിമകൾ നമുക്കായി ഒരുക്കിയ സ്വതസിദ്ധമായ ശൈലിയിലൂടെ, സംഭാഷണ ശൈലിയിലൂടെ എനിക്ക് നിങ്ങളുടെയും ഒക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മാറിയ ഒരാളാണ് ധ്യാൻ ശ്രീനിവാസൻ. ധ്യാൻ ചേട്ടൻ അല്പസമയത്തിനകം തന്നെ MS ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇനോഗ്രേഷന് വേണ്ടി ഇവിടെ എത്തിച്ചേരും. അതോടൊപ്പം ഒട്ടനവധി സാംസ്കാരിക, രാഷ്ട്രീയ, പൊതുപ്രവർത്തന രംഗത്തെ മതപണ്ഡിതർ ഉൾപ്പെടെയുള്ള ഒരുപാട് വിശിഷ്ടാതിഥികളെ പേരാവൂരുകാരെ എല്ലാവരും കാത്തിരിക്കുകയാണ്. MS ഗോൾഡൻ ഡയമണ്ട്സ് ഓൾറെഡി 5 വർഷം മുമ്പേ തന്നെ പേരാവൂരിൽ ഏറ്റവും വിശ്വാസമേറിയ ഒരു പാരമ്പര്യവുമായി എത്തിയവരാണ്. കൂടുതൽ വിശാലമായ ഒരു ഷോപ്പിംഗ് സംവിധാനം നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമാണ്. പേരാവൂരിന്റെ ആ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്രയും പുതുമകളോട് കൂടി തന്നെ 2024 MS ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഗംഭീരമായ ഒരു ഷോറൂം ഇന്ന് പേരാവൂരിന്റെ മണ്ണിനായി ഒരുങ്ങാൻ പോകുന്നത്. അത്യപൂർവമായ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികളിൽ ഇന്ന് ലക്കി ഡ്രോ വിന്നേഴ്സിന് 10 പേർക്കാണ് നമ്മൾ ക്യാഷ് പ്രൈസുകൾ നൽകുന്നത്. മൊത്തം 1 ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്താൻ ഇനി അധികം സമയമില്ല. ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ കൈവശമുള്ള കൂപ്പണുകളിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, മെയിൽ വിലാസം ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ട് അവിടെ ഇരിക്കുന്ന ലക്കി ബോക്സിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കാത്തിരിക്കുക. നമ്മൾ പേര് അനൗൺസ് ചെയ്യുമ്പോൾ ഇവിടെ തങ്ങളൊക്കെ സ്റ്റേജിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്, വേദിയിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു MS ഗോൾഡ് നൽകിയത് എന്ന് തന്നെ പറയാൻ സാധിക്കും. മുഹൂർത്തത്തിലേക്ക് പേരാവൂരിന്റെ മണ്ണിൽ പുതുമകൾ നിറഞ്ഞ സ്വർണ്ണ പാരമ്പര്യം നിങ്ങൾക്കായി ഒരുക്കുന്ന ഈ സന്തോഷവേളയിലേക്ക് സ്നേഹാദരങ്ങളോടെ ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. MS ഗോൾഡൻ ഡയമണ്ട്സിന്റെ ചെയർമാൻ ഈ വേദിയുടെ ഭാഗമാകുന്നു. ഏറെ സ്നേഹത്തോടെ ബഹുമാന പുരസ്സരം ഞാൻ അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്കായി ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട്, എല്ലാ നന്മകളും നേർന്നുകൊണ്ട് പേരാവൂരിലെ ഇഷ്ടം, സ്നേഹം അതെല്ലാം അദ്ദേഹത്തിനായിട്ട് നൽകും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം 5 വർഷത്തിന് മുമ്പേ തന്നെ MS ഗോൾഡൻ ഡയമണ്ട്സ് പേരാവൂരിന്റെ മണ്ണിന്റെ പെരുമയ്ക്ക് കാരണമായവരാണ്. അവർ വീണ്ടും നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് പുതുമയേറിയ ഡിസൈനുകളും കളക്ഷൻസും ഒക്കെ ആയി വിശാലമായ ഒരു ഷോറൂം ഇന്ന് ഇവിടെ തുറന്ന് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു. എല്ലാ ആശംസകളും നേരുകയാണ്. ഓൾ ദി വെരി ബെസ്റ്റ് സർ, ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഗുഡ് ലക്ക്. നമുക്ക് ഈ ചടങ്ങിലേക്ക് ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടേഴ്സ് ആയ ഏറെ സ്നേഹത്തോടെ മിസ്റ്റർ സമീർ UPK നല്ലൊരു കൈയടികളോട് കൂടെ തന്നെ അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഞാൻ ഹൃദയപുരസ്സരം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. MS ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മത്തിന്റെ ഭാഗമാകുന്നതിനായി ഓരോരുത്തരും എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയായതുകൊണ്ട് തന്നെയാണ് ചില വിജയങ്ങൾ ഇത്രമേൽ ധന്യമായി നമുക്ക് ആഘോഷിക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ MS ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിജയത്തിന് നിർണായകമായി പങ്കുവഹിച്ച അടുത്തൊരു കുടുംബാംഗം കൂടിയാണ് സമീർ സർ. ആൻഡ് ഓൾസോ ഇൻവൈറ്റ് ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ ഷിനാദ് UP. നല്ലൊരു കൈയടികളോട് കൂടെ തന്നെ മിസ്റ്റർ ഷിനാദ് UP അവர்களെയും ഈ ചടങ്ങിലേക്ക് ഞാൻ ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. MS ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികളിലേക്കായി എല്ലാ പ്രിയപ്പെട്ട സുമനസ്സുകളുടെയും മഹനീയമായ സാന്നിധ്യത്തിൽ MS ഗോൾഡൻ ഡയമണ്ട്സിന്റെ
വിജയശില്പികൾ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ഷിനാബ് UP അവർ. ഷിനാബ് സാറിന്റെയും മഹനീയമായ സാന്നിധ്യം വേദിയിൽ പ്രതീക്ഷിക്കാം നമുക്ക്. നല്ലൊരു കൈയടികളോട് കൂടി തന്നെ ഔപചാരികമായ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികളിലേക്ക് അദ്ദേഹത്തെ കൂടി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. നമുക്ക് ഇന്ന് ഏറ്റവും ചില പ്രത്യേകതകൾ നിറഞ്ഞ പുരസ്കാരങ്ങളും ആദരവും ഒക്കെ നൽകാനുള്ള സമയമാണ്. MS ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഈ ഷോറൂമിന്റെ ഇനോഗ്രേഷൻ നിർവഹിക്കാൻ പോകുന്നത് ഇന്ത്യൻ സിനിമയുടെ പശ്ചാത്തലം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് വിജയ ചരിത്രം എടുത്ത അല്ലെങ്കിൽ പറയാനുള്ള ചലച്ചിത്ര പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗമായ മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കനായ ധ്യാൻ ശ്രീനിവാസനാണ് പേരാവൂരിന്റെ മണ്ണിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താൻ പോകുന്നത്. അതിനു മുൻപായി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചില ചടങ്ങുകളിലേക്കൊക്കെ നീങ്ങേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്കായിട്ട് പങ്കുവെക്കേണ്ടതുണ്ട്. ഷക്കീർ സാറിന്റെ മഹനീയമായ സാന്നിധ്യം വേദിയിൽ പ്രതീക്ഷിക്കുന്നു. നല്ലൊരു കൈയടികളോട് കൂടി തന്നെ ഷക്കീർ സാറിനെയും ഔപചാരികമായ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള ഈ വേദിയിലേക്ക് ഞാൻ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു ബിൽഡിംഗ് ഇത്രയും മനോഹരമായി പൂർത്തീകരിക്കാനായി ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഞങ്ങളുടെ ആർക്കിടെക്റ്റിനുള്ള ആദരവ്, അദ്ദേഹത്തിനുള്ള ഒരു പുരസ്കാരം ഞങ്ങളുടെ വെച്ച് കൈമാറുകയാണ്. സ്വാഗതം ചെയ്തു ജ്ഞാനപ്രകാശ്. വളരെയേറെ സന്തോഷപൂർവ്വം ശ്രീ ജ്ഞാനപ്രകാശിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹൃദയപുരസ്സരം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു കൈയടികളോട് കൂടി തന്നെ വന്ന് കയറുമ്പോൾ തന്നെ ഈ സ്ഥാപനത്തിന്റെ ഒരു മനോഹാരിത, അതിനൊരു ബ്യൂട്ടി, ഒരു ആർക്കിടെക്ചറൽ സിംഫണി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ആദ്യമേ തന്നെ നമുക്ക് ആർക്കിടെക്ചറിനുള്ള ഒരു സ്നേഹാദരവ് ഇവിടെ വെച്ച് സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ചെയർമാൻ, ഞങ്ങളുടെ MD, എല്ലാവരും നിറഞ്ഞു നിൽക്കുന്ന ഈ അഭിമാന നിമിഷത്തിലേക്ക് ഏറ്റവും പ്രിയങ്കരനായ ഞങ്ങളുടെ ആർക്കിടെക്ട് MS ഗോൾഡിന് വേണ്ടി എങ്ങനെയാണ് ഒരുക്കിയത് അത് ഇവിടെ നമുക്ക് യാഥാർത്ഥ്യമാക്കി തന്ന ഞങ്ങളുടെ ആർക്കിടെക്ട്, അദ്ദേഹത്തിനുള്ള ഈ സമ്മാനം, ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ പൂർത്തീകരണത്തിന് ഞങ്ങളെ സഹായിച്ച ജ്ഞാനപ്രകാശ് മാനേജിംഗ് ഡയറക്ടർ, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നല്ലൊരു കൈയടികളോട് കൂടി തന്നെ ആർക്കിടെക്ട് ജ്ഞാനപ്രകാശിന് ഈ പുരസ്കാരം സമർപ്പിക്കുകയാണ്. MS ഗോൾഡൻ ഡയമണ്ട്സിന്റെ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ചെയർമാൻ ഈ സന്തോഷവേളയിലേക്ക് പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കുന്നതിന് വേണ്ടി താരസുന്ദരി കൂടി എത്തിയിരിക്കുകയാണ്. പെർഫെക്റ്റ് ടൈമിംഗ് റിതു മന്ത്ര. വി ഹാവ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബിഗ് ബോസിലൂടെയും ഒരുപാട് ജനപ്രിയ സിനിമകളിലൂടെയും പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ ഏറ്റവും പ്രിയങ്കരായ അഭിനേത്രി, മോഡൽ, പെർഫോമർ, അങ്ങനെ പല പല മേഖലകളിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനമായി മാറിയ ഋതു മന്ത്ര കൂടി ഇന്ന് ഈ വേദിയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷം. MS ഗോൾഡിന്റെ അടുത്ത ഉപഹാരം നമ്മൾ നൽകാൻ പോകുന്നത് ഞങ്ങളുടെ ബിൽഡിംഗ് കോൺട്രാക്ടറായ ശ്രീ ദേവദാസൻ അവർകളാണ്. ശ്രീ ദേവദാസൻ, അദ്ദേഹം ഒന്ന് വേദിയിലേക്ക് വരാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. ശ്രീ ദേവദാസൻ അവരുടെ വളരെ സ്നേഹത്തോടു കൂടി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്ത പുരസ്കാരം അദ്ദേഹമാണ് ഏറ്റുവാങ്ങുന്നത്. സോ ഹായ് ഋതു, വെൽക്കം ആൻഡ് ലുക്കിംഗ് സോ ഗോർജിയസ്. സോ ഒരു മലയാളി തനിമ അല്ലെ, അതിനൊരു ലാളിത്യം. അബ്സല്യൂട്ട്ലി ഒരു കോസ്റ്റ്യൂം റിയലി സ്യൂട്ട്സ് യു. ആൻഡ് എപ്പോഴും അത് എന്ത് കോസ്റ്റ്യൂം ആണെങ്കിലും എന്ത് കളേഴ്സ് ആണെങ്കിലും ഋതുവിന് എപ്പോഴും അത് ചേരുന്നതാണ്. ഇന്ന് കുറച്ചുകൂടി സ്പെഷ്യലാണ്. വെരി കൈൻഡ് ഓഫ് യു ടു സേ ദാറ്റ്. താങ്ക് യു സോ മച്ച് ഋതു. നമുക്ക് അടുത്ത ഒരു പുരസ്കാരം കൂടി കൈമാറാനുണ്ട്. ഋതുവും എല്ലാവരും ചേർന്ന് നിൽക്കുന്ന ഒരു വേദിയിൽ MS ഗോൾഡൻ ഡയമണ്ട്സിന്റെ സ്നേഹാദരവ് നൽകുന്നു. നമ്മൾ ഈ വേദിയിൽ വെച്ചുകൊണ്ട് തന്നെ ദേവദാസൻ അവർക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുകയാണ്. എല്ലാ വിശിഷ്ട അതിഥികളും ചേർന്നുകൊണ്ട് ഈ പുരസ്കാരം കൈമാറിയിരിക്കുന്നു. വളരെ വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണിത്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. നമുക്ക് തിരക്കിലേക്ക് പോകേണ്ട കാര്യമില്ല. എല്ലാവർക്കും ധ്യാൻ ശ്രീനിവാസനെ കാണാൻ അദ്ദേഹം ഈ സ്റ്റേജിൽ വരും, നിങ്ങളോട് സംസാരിക്കും. ഒരുപാട് സന്തോഷവും അഭിമാനകരമായ നിമിഷങ്ങളിലൂടെയാണ് പേരാവൂരിന്റെ മണ്ണ് കടന്നു പോകുന്നത്. അത്യപൂർവമായ ഡയമണ്ട് ജ്വല്ലറിയും സ്വർണ്ണാഭരണങ്ങളുടെയും വൈവിധ്യമേറിയ കളക്ഷൻസുമായി പേരാവൂരിന്റെ മണ്ണിൽ പുതുചരിത്രം എഴുതുന്നതിനായി നമ്മൾ എല്ലാവർക്കും പ്രിയപ്പെട്ട MS ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് മലയാളികളുടെ പ്രിയങ്കരനായ ദ വൺ ആൻഡ് ഓൺലി ധ്യാൻ ശ്രീനിവാസൻ നല്ലൊരു കൈയടികളോട് കൂടി തന്നെ ആ മലയാളികളുടെ ഇഷ്ടം നേടിയെടുത്ത ധ്യാൻ ചേട്ടനെ നമുക്ക് വേദിയിലേക്കായിട്ട് ക്ഷണിക്കാം, സ്വാഗതം ചെയ്യാം. പേരാവൂരിന്റെ മണ്ണിലേക്ക് സ്വർണ്ണാഭരണ വിപണന രംഗത്ത് ഏറ്റവും മികച്ച മൂല്യവുമായുള്ള യാത്ര തുടരുന്ന നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട MS ഗോൾഡൻ ഏറെ അഭിമാനകരമായ ഒരു നിമിഷത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം ഏറ്റുവാങ്ങുന്നതിനായി ധ്യാൻ ചേട്ടൻ ഈ വേദിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ്. ഋതു മന്ത്ര, അതോടൊപ്പം തന്നെ ധ്യാൻ ശ്രീനിവാസൻ നമുക്ക് ചീഫ് ഗസ്റ്റ്
ഗസ്റ്റ് ആയിട്ട് ഇവിടെ ഈ സന്തോഷത്തിന്റെ ഭാഗമാകാനായിട്ട് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. വളരെ വളരെ സന്തോഷം. ഗാന്ധിയുടെ നമസ്കാരം, ഒരുപാട് സ്നേഹം, ഒത്തിരി സന്തോഷം അറിയിക്കുകയാണ്. പേരാളുവാനുള്ള എല്ലാവരും കഴിഞ്ഞ കുറേ സമയമായിട്ട് ചേട്ടന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു. താങ്ക് യു സോ മച്ച്. നമുക്ക് ആദ്യമേ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ചേട്ടനോട് പറയാനുണ്ട്. നമ്മുടെ ഈ ഒരു ബിൽഡിംഗ്, അത് ഒരു സ്ഥാപനം തുടങ്ങുന്നതിനോടനുബന്ധിച്ച് ഒരു ബിൽഡിങ്ങിന്റെ ഇനോഗ്രേഷൻ അല്ലെ, അതുകൂടി വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ബിൽഡിങ്ങിന്റെ ഓണർ നമ്മളെ വിട്ടുപോയത്. അദ്ദേഹം ഏറ്റവും കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നത് MS ഗോൾഡൻ ഡയമണ്ട്സിന്റെ വളർച്ചയ്ക്കൊപ്പമാണ്. ഈ ഒരു ബിൽഡിംഗ് അതിന്റെ ഉടമസ്ഥാവകാശം അദ്ദേഹത്തിലാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചാണ് MS ഗോൾഡൻ ഡയമണ്ട്സിന് ഈ ഷോറൂം അദ്ദേഹം നൽകിയത്. പക്ഷെ ഇന്ന് അദ്ദേഹം നമുക്കൊപ്പം ഇല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമായിട്ട് നമ്മളൊരു പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. അതിനുശേഷം ധ്യാൻചേട്ടൻ നമ്മളോട് സംസാരിക്കും, ഋതു നമ്മളോട് സംസാരിക്കും. എല്ലാ വിശിഷ്ട അതിഥികളും ചേർന്ന് നമുക്ക് ലക്കി ഡ്രോ നിർവഹിക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് പുതുമകൾ നിറഞ്ഞ ചടങ്ങുകൾ നമുക്കിവിടെ നിർവഹിക്കാനിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി തന്നെ ഈ ബിൽഡിങ്ങിന്റെ ഓണർ ഈ നാടിന് വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. ജീവകാരുണ്യ പ്രവർത്തന രംഗത്താണെങ്കിലും ഒരുപാട് പേരെ സഹായിക്കാനാണെങ്കിലും നല്ല സൗഹൃദ ബന്ധമുള്ള സാംസ്കാരിക രംഗത്തുമൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുടുംബാംഗമായിരുന്നു അദ്ദേഹം. ഇന്ന് നമുക്കൊപ്പം ഇല്ല. ആ ഒരു വേദന നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു സ്വപ്നം കൂടിയായിരുന്നു ഈ ബിൽഡിങ്ങിനകത്ത് MS ഗോൾഡൻ ഡയമണ്ട്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിക്കുക എന്നുള്ളത് തന്നെ. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും ബഹുമാനായിട്ടുള്ള AT രാമചന്ദ്രൻ അവർകൾ അദ്ദേഹത്തിന്റെ ഓർത്തുകൊണ്ട് നമുക്കൊരു സൈലന്റ് പ്രയർ ആണ്, ഒരു നിമിഷ പ്രാർത്ഥനയ്ക്കായിട്ട് വേണ്ടിയിട്ട് എല്ലാവരും ഞങ്ങളോട് സഹകരിക്കുക. അത്രത്തോളം അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ചടങ്ങുകൾ തുടങ്ങുന്നതിന് മുൻപായി അദ്ദേഹത്തിന്റെ അനുഗ്രഹം, അദ്ദേഹത്തിന് ഏത് ലോകത്തിരുന്നിട്ടാണെങ്കിലും ഇതൊക്കെ അറിയുന്നുണ്ടായിരിക്കും, കാണുന്നുണ്ടായിരിക്കും. ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനകൾ നേർന്നുകൊണ്ട് അദ്ദേഹത്തിന് ഒരു അനുശോചനം രേഖപ്പെടുത്തി നമുക്കൊരു നിമിഷം ഒരു പ്രാർത്ഥനയ്ക്കാണ്. താക്കോൽദാന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി MS ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഈ സന്തോഷകരമായ വേളയിലേക്ക് താക്കോൽദാന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഗീത മാം നമ്മുടെ കൂടെയുണ്ട്. ഗീത മാമിന്റെ കയ്യിലേക്ക് ഈ ബിൽഡിങ്ങിന്റെ താക്കോൽ നമ്മൾ കൈമാറി അത് MS ഗോൾഡൻ ഡയമണ്ട്സിന്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി എല്ലാ പ്രാർത്ഥനകളോടുകൂടിയും എല്ലാ ഐശ്വര്യത്തോടുകൂടിയും അത് കൈമാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ സമയത്ത് ഏറ്റവും ബഹുമാനായിട്ടുള്ള രാമചന്ദ്രൻ അവരുടെ സാന്നിധ്യം നമ്മളവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാ പ്രാർത്ഥനകളും ഇനി നമുക്ക് നേരം അദ്ദേഹം ആഗ്രഹിച്ച പോലെയുള്ള കാര്യങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി നടപ്പിലാക്കേണ്ടവർ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ കൂടിയായ ഗീത മാം ഇവിടെയുണ്ട്. താക്കോൽദാന കർമ്മം നിർവഹിക്കുകയാണ്. എല്ലാ പ്രാർത്ഥനകളോടും കൂടിയും MS ഗോൾഡൻ ഡയമണ്ട്സ് ഉയരങ്ങളിലേക്ക് പോട്ടെ എന്ന ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാ നന്മകൾ നേർന്നുകൊണ്ട് നമുക്ക് ആ താക്കോൽ അദ്ദേഹത്തിന് കൈമാറാൻ ഏറ്റുവാങ്ങുന്നത് ഞങ്ങളുടെ ചെയർമാൻ ഏറ്റവും പ്രിയനായ മുഹമ്മദ് സാറാണ്. ഇനി അങ്ങോട്ട് ഐശ്വര്യമായി സമൃദ്ധിയോടെ ഓരോ സന്തോഷ മുഹൂർത്തങ്ങളും ഒരുക്കാൻ പേരാവൂരിന്റെ വിജയത്തിന് കാരണമാകാൻ MS ഗോൾഡൻ ഡയമണ്ട്സിന് സാധിക്കട്ടെ എന്ന മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നേരെ മൈക്ക് ധ്യാൻചേട്ടന്റെ കയ്യിലേക്ക് കൈമാറുകയാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സിനിമകൾ ഒരുപാട് ചിത്രങ്ങളിൽ നല്ല നല്ല കഥാപാത്രങ്ങൾ അദ്ദേഹത്തെ നമ്മൾ കാണുന്നുണ്ട്. ഇടവേളകളില്ലാതെ അദ്ദേഹം സിനിമകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്, ടെലിവിഷനുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്, നമ്മുടെ മനസ്സിലെ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ഒത്തിരി സന്തോഷം. പേരാവൂരുകാരോട് എന്താണ് ധ്യാൻചേട്ടൻ ഇപ്പൊ പറയാനുള്ളത്? അറിയോ എല്ലാവർക്കും? അച്ഛന്റെ പേര് ശ്രീനിവാസൻ. പണ്ട് ഇവിടെ നമുക്കൊരു സ്ഥലം ഉണ്ടായിരുന്നു. ആർക്കൊക്കെ അറിയോ? അത് വിറ്റു. അച്ഛൻ വിറ്റു. പണ്ട് ഈ വഴിയൊക്കെ വരുന്ന സമയത്ത് ശ്രീനിവാസന് രണ്ടാമതൊരു മോനുള്ള കാര്യം പോലും ആർക്കും അറിയില്ലായിരുന്നു. ഇത്രയും ആൾക്കാര് നമ്മളെ കാണാനാണ് നിൽക്കുന്നത് അറിയുമ്പോൾ ഒരുപാട് സന്തോഷം. അത് നമ്മുടെ നാട്ടില് കൂത്തോറമ്പാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു പരിപാടിക്ക് വരിക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഈ കൈ വരുന്ന വഴിക്ക് ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. താങ്ക് യു. ഒരുപാട് സന്തോഷം. ഈ മഴയത്തും ഇങ്ങനെ വന്ന് കാത്തിരുന്നതിന് എല്ലാവരെയും കാണാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. കണ്ടു. കണ്ടല്ലേ? ശരി, ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച്. ധ്യാൻചേട്ടൻ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു കൈക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കണമെന്നുള്ളത്. അപ്പൊ വന്ന പാടെ അത് ചോദിക്കണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കാതെ വിചാരിച്ചിട്ടാണ്. പക്ഷെ അതിന് കൃത്യമായിട്ട് ഉത്തരം നൽകി ബഹുമാനായിട്ടുള്ള തങ്ങൾ ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നതിനായി വിശിഷ്ട അതിഥിയായിട്ട് നമ്മുടെ ഷോറൂമിലുണ്ട്. അദ്ദേഹത്തെയും ഈ മഹനീയമായ വേദിയിലേക്ക് ഞാൻ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുകയാണ്.
സയ്യിദ് അഹമ്മദ് റസാൻ അലി ശിഹാബ് തങ്ങൾ ഏറെ സ്നേഹത്തോടെ ഈ ധന്യമായ ചടങ്ങിലേക്ക് അദ്ദേഹത്തെ ഞാൻ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും CI സർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെയും ഔപചാരികമായ ഒരു ചടങ്ങിലേക്ക് വിശിഷ്ട സാന്നിധ്യം അറിയിക്കാൻ നല്ലൊരു കൈയടികളോട് കൂടി തന്നെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. ജാൻജനോടൊപ്പം തന്നെ ഇന്ന് ഒരുപാട് വിശിഷ്ടാതിഥികൾ ഈ കൂട്ടത്തിലുണ്ട്. പ്രത്യേകിച്ചും ഋതുമന്ത്ര നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. സോ ഞാൻ ഇനി ഋതുവിന്റെ കയ്യിലേക്ക് മൈക്ക് കൊടുക്കുകയാണ്. പ്രത്യേകിച്ചും പുതിയ ഒരുപാട് ഡിസൈനുകളും കളക്ഷൻസും MS ഗോൾഡ് ഡയമണ്ട്സ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്നും 1, 2, 3 രീതികളിൽ പർച്ചേസ് ചെയ്യുന്ന ഏത് ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ 2.9% മേക്കിംഗ് ചാർജ് മാത്രമേ നമ്മൾ ഈടാക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഒരുപാട് നല്ല നല്ല വാർത്തകൾ നമുക്ക് MS ഗോൾഡ് ഡയമണ്ട്സിൽ നിന്ന് കിട്ടാനുണ്ട്. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ വാർഡ് മെമ്പർ ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നതിനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നു. സ്നേഹാദരങ്ങളോടെ നമുക്ക് അവരെ വേദിയിലേക്ക് ക്ഷണിക്കാം. അല്പസമയത്തിനകം തന്നെ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA അവർ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഈ വേദിയിൽ ഉണ്ടാകും. എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിശിഷ്ടാതിഥികളെയും ഈ വേദിയിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാൽ സാർ ഇവിടെ എത്തിച്ചേർന്നിട്ട് പറയാനുള്ള ഈ ഒരു സന്തോഷ മുഹൂർത്തത്തിൽ ജാൻജനോടൊപ്പം ഒരു വേദിയുടെ ഭാഗമാകാൻ പറ്റാന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. MS ഗോൾഡ് ഡയമണ്ട്സിനാകുമ്പോൾ അതിന് കൂടുതൽ പ്രത്യേകതകൾ ഉണ്ടാവും. MS ഗോൾഡിന് മാത്രമല്ല, എന്റെ നാട്ടില്, ഞാനും കണ്ണൂരിൽ നിന്നാണ്. എന്തെല്ലാം സുഖന്നെ, പൊരക്കെല്ലാം സുഖന്നെയാണോ? ഒന്ന് ഒച്ചത്തിന് പറയും. നമ്മള് ധ്യാൻചേട്ടൻ ഇവിടെ കൈ വരെ ഒടിഞ്ഞിട്ട് പാവം ഇവിടെ നിൽക്കാണോ? അപ്പൊ തല്ലി ഒടിച്ചതല്ല, ഞാനും അതന്നെ ചോദിച്ചു വരുമ്പോ. കാരണം ധ്യാൻചേട്ടന്റെ ഇന്റർവ്യൂസും എനിക്ക് തോന്നുന്ന വീട്ടിൽ നിന്ന് തന്നെ അച്ഛൻ കൈ ഒടിക്കാൻ സാധ്യതയുണ്ട് അല്ലെ, വീട്ടിലെ കുറെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ട്. എനിവേ വളരെയധികം സന്തോഷം. ഞാനും ധ്യാൻചേട്ടൻ കൂടെ അഭിനയിച്ച ഒരു സിനിമ സൂപ്പർ സിന്ദഗി, അത് റിലീസ് ആയിട്ടുണ്ടായിരുന്നു 2 വീക്സ് മുന്നേ. കണ്ടിരുന്നോ? ചേട്ടൻ ആര് കാണാനൊക്കെ വെരി ബിസി. എല്ലാ മാസവും എല്ലാ വീക്കിലും പടങ്ങൾ ഇറങ്ങണതുകൊണ്ട്. പക്ഷെ എനിക്ക് വളരെയധികം സന്തോഷമായിരുന്നു അഭിനയിക്കാൻ. കാരണം നമ്മുടെ നാട്ടിലുള്ള ഒരാളുടെ കൂടെ അഭിനയിക്കുക. എനിവേ താങ്ക് യു സോ മച്ച്. നമ്മുടെ നാട്ടിൽ, ലോകത്തിൽ എവിടെ നമ്മൾ പരിപാടി അവതരിപ്പിച്ചാലും നമ്മുടെ സ്വന്തം നാട്ടില് ഒരു കാര്യത്തിൽ വരുമ്പോൾ അതിന്റെ സന്തോഷം വളരെയധികം കൂടുതലാണ്. പേരാവൂര് ഞാൻ ചെന്നൈയിൽ നിന്നും അല്ലെങ്കിൽ ഞാൻ സമ്മർ വെക്കേഷൻ ഇവിടെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള സ്ഥലമാണ്. കാരണം എൻ്റെ അമ്മയുടെ ബന്ധുക്കളുണ്ട്, എൻ്റെ കസിൻസ് ഉണ്ട്. അപ്പൊ പേരാവൂരും ഇവിടുത്തെ പുഴയും ഒക്കെ ഞാൻ കുറെ എൻ്റെ ബാല്യകാലത്തിൽ കൂടെ കൊണ്ടു നടന്ന കാര്യങ്ങളാണ്. അപ്പം താങ്ക് യു സോ മച്ച്. ഇങ്ങനെ MS ഗോൾഡ് ഞങ്ങളെ ഇവിടെ വിളിച്ചു, അങ്ങനെ ഇവിടെ വരാൻ പറ്റി. അപ്പൊ ഒന്നുകൂടെ പേരാവൂര് കാണാൻ പറ്റി. താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാൻ നിങ്ങളുടെ ഇരിട്ടിയിൽ പോയിരുന്നു കേട്ടോ. ഇരിട്ടി ഷോറൂമിൽ പോയി. വളരെയധികം നല്ല കളക്ഷൻസ് ആണ് അല്ലേ? ആണോ? അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഓരോരോ ഷോറൂംസ് ആയിട്ട് തുറന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയും കൂടുതൽ ഷോറൂംസ് ഓപ്പൺ ചെയ്യട്ടെ, ഞങ്ങൾക്കൊക്കെ വന്നിട്ട് ഇനിയും ഉദ്ഘാടിക്കാൻ പറ്റട്ടെ. സോ താങ്ക് യു സോ മച്ച്. ലോകമെമ്പാടും പടരട്ടെ. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു സോ മച്ച്. ഇവിടെ ഇത്രയും ഒരു മഴയിലൊക്കെ വന്നതിനും ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് നിന്നതിനും താങ്ക് യു സോ മച്ച് MS ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫോർ ഹാവിംഗ് us here. താങ്ക് യു. ബഹുമാനായിട്ടുള്ള ഫാദർ ഈ ചടങ്ങിലേക്കായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ഏറെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സുപ്പീരിയർ മൗണ്ട് കാർമൽ ആശ്രമം പേരാവൂർ റവറൻഡ് ഫാദർ തോമസ് കുഴിയാലിൽ അദ്ദേഹത്തിന്റെ മഹനീയമായ സാന്നിധ്യം നമുക്ക് വേദിയിലേക്ക് പ്രതീക്ഷിക്കാം. നമസ്കാരം ഫാദർ. ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ ഇന്ന് ഒട്ടനവധി പുരോഹിത ശ്രേഷ്ഠർ ഒരുമിച്ച് ഈ ചടങ്ങിന്റെ ഭാഗമാകാൻ എത്തിച്ചേർന്നിരിക്കുന്നു പറയുന്നത് വളരെയേറെ സന്തോഷം, അഭിമാനത്തോടു കൂടി നമ്മൾ പങ്കുവെക്കുന്ന ഒരു കാര്യമാണ്. ഇത് മഹനീയമായ സാന്നിധ്യം അറിയിച്ചിരിക്കുന്ന ഒരുപാട് വിശിഷ്ടാതിഥികളുണ്ട്. പാണക്കാട് സയ്യിദ് അഹമ്മദ് റസാൻ അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹമാണ് ഇനി നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കണ്ണൂർ ജില്ലയിലെ പേരാവൂർ എന്ന സ്ഥലത്ത് MS ഗോൾഡിന്റെ പുതിയ ഒരു ഷോറൂമിന്റെ ഉദ്ഘാടനത്തിലാണ് എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത്. അവർക്ക് ഇനിയും ഇത്തരം ജ്വല്ലറികൾ ഇനിയും ലോകമൊട്ടാകെ തുടങ്ങാൻ ദൈവം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. താങ്ക് യു സോ മച്ച്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനായിട്ടുള്ള റവറൻഡ് ഫാദർ തോമസ് കുഴിയാൽ അവർ സുപ്പീരിയർ മൗണ്ട് കാർമൽ ആശ്രമം പേരാവൂർ, അച്ഛനും നമ്മളോടൊപ്പം ഈ ചടങ്ങിന്റെ ഭാഗമാണ്. അച്ഛന്റെ ആശംസ എന്നതിനപ്പുറത്തേക്ക് പ്രാർത്ഥനാ നിർഭരമായ ചില വാക്കുകളും വാചകങ്ങളും കൂടി ഞങ്ങൾക്ക് നേരിടണം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. ഓ ഫാദർ. എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഒരുപാട് സന്തോഷം ഇന്ന് ഈ മണ്ണിൽ നിന്ന് ഇവരോടൊപ്പം വിശിഷ്ടാതിഥികളോടൊപ്പം ഞങ്ങളോടൊപ്പം സംസാരിക്കാനും പ്രാർത്ഥിക്കാനും സർവശക്തനായ ദൈവങ്ങളുടെ അവസരം നൽകിയതിന്. MS ഗോൾഡ് ഇന്നത് സ്വപ്നം പൂർത്തിയാക്കുകയാണ്. 5 വർഷം മുമ്പ് അവിടെ തുടങ്ങി ഇപ്പൊ ഇതൊരു വലിയ സ്ഥാപനമായി വളർന്നിരിക്കുന്നു. പേരാവൂരിന്റെ ഈ വളർച്ചയുടെ ഭാഗമാണ്
പേരാവൂരിന്റെ വളർച്ചയുടെ നാഴികക്കല്ലാണ് MS ഗോൾഡിന്റെ വളർച്ച. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ പറയുന്നു. കൂടുതൽ കൂടുതൽ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥനയുടെ ആശംസകൾ നേരുകയാണ്. പേരാവൂർ നമ്മളെല്ലാവരും ഈശ്വരയുടെ അനുഗ്രഹം നിങ്ങളുടെ മേലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആശംസകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാ നന്മകളും ഭാവുകങ്ങളും നേരുന്നതിനായി ഈ നാടിന്റെ ഏറ്റവും ബഹുമാനനായിട്ടുള്ള പേരാവൂർ ശ്രീകൃഷ്ണ ക്ഷേത്ര മേൽശാന്തി ശ്രീ പുരുഷോത്തമൻ നമ്പൂതിരി VI അദ്ദേഹം ഈ ചടങ്ങിൽ മഹനീയമായ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. നമസ്കാരം. അദ്ദേഹത്തിന്റെ ആശംസകൾ കൂടി നമുക്ക് കേൾക്കാം. പ്രിയമുള്ള നാട്ടുകാരെ, പേരാവൂരിന്റെ MS ഗോൾഡിന്റെ എല്ലാവിധ വളർച്ചയ്ക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് സോ മച്ച്. നമുക്ക് ഏറെ ബഹുമാനിയായിട്ടുള്ള വാർഡ് മെമ്പർ ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു വാർഡ് മെമ്പറെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായിട്ട് അഭിമാനിക്കാവുന്ന ഒരു സന്ദർഭമാണ്. പുതിയ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നു, പുതിയ മാറ്റങ്ങൾ നമ്മുടെ നഗരത്തിനുണ്ടാകുന്നു, നമ്മുടെ പട്ടണത്തിനുണ്ടാകുന്നു. അപ്പൊ എന്തുകൊണ്ടും ഏറ്റവും പ്രിയങ്കരിയായ റെജീന പൂക്കോട്ട് അവർ ആശംസകൾ നേർന്നുകൊണ്ട് നമ്മോട് സംസാരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. MS ഗോൾഡ് എന്ന ഈ സ്ഥാപനം ഇത്രയും വലിയ ഒരു സ്ഥാപനമായി ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം MS ഗോൾഡിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം തന്നെയാണ്. അതുപോലെ തന്നെ പേരാവൂരിലെ ജനങ്ങൾ MS ഗോൾഡിനോട് കാണിച്ച സഹകരണവും ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സോ മച്ച് മാം, താങ്ക്സ് എ ലോട്ട്. ധ്യാൻ ചേട്ടൻ സൂചിപ്പിച്ച പോലെ തന്നെ ശ്രീനിയേട്ടന്റെ ഒരുപാട് സുഹൃത്തുക്കളുള്ള നാടാണ്, അത്രയും വേണ്ടപ്പെട്ട നാടാണ്. അപ്പൊ ഭാവിയിൽ ധ്യാൻ ചേട്ടനും ഇവിടെ നല്ല സ്ഥലമൊക്കെ വാങ്ങിക്കും അല്ലേ? ചെറുതായിട്ട് ഒരുപാട് പേരുടെ മനസ്സിലാഗ്രഹമാണ് ധ്യാൻ ചേട്ടന്റെ. എല്ലാ വീക്കിലും ഇപ്പൊ ഇത് ഞാനൊക്കെ പറയുന്ന പോലെ, എല്ലാവരും പറയുന്ന പോലെ തന്നെ എല്ലാ സിനിമകളും കൃത്യമായി റിലീസ് ചെയ്തിട്ട് തിയേറ്ററുകളിൽ വരുന്നുണ്ട്. ശരിക്കും ഈ സിനിമകളുടെയൊക്കെ സ്ക്രിപ്റ്റ് കേൾക്കാൻ എത്ര ദിവസം, എങ്ങനെയാണ് അതിന്റെ പ്ലാനിങ്? അല്ല, അങ്ങനെ പറഞ്ഞു വരുമ്പോ ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, വലിയൊരു പവർ ഗ്രൂപ്പിനെ പറ്റി പറയുന്നുണ്ട്, കേട്ടിട്ടുണ്ടോ? അങ്ങനെ പറയുമ്പോ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന ഞാനല്ലേ പവർ ഗ്രൂപ്പ്. അപ്പൊ പവർ ഗ്രൂപ്പിൽ പെട്ട ആളാണ്. സിനിമ വരുമ്പോഴല്ലേ ചെയ്യാൻ പറ്റുമോ, കിട്ടുമ്പോ ചെയ്യുക, അത്രേ ഉള്ളൂ. താങ്ക് യു. വളരെ സന്തോഷം. അപ്പൊ ഇനി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബഹുമാനപ്പെട്ട CA സർ രണ്ടു വാക്ക്. എനിക്കറിയാം സാർ ഒരു പക്ഷേ ഡ്യൂട്ടിയുടെ തിരക്കിലും കാര്യങ്ങളൊക്കെ, എന്നാലും ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് ഇത്രയും ഭംഗിയായ ഒരു വേദിയിൽ പ്രിയങ്കരനായ ഞങ്ങളുടെ CA സാറിന്റെ ആശംസകൾ കൂടി നേർന്ന് ഞങ്ങളോട് സംസാരിക്കണം എന്നുള്ളത്. OTU സർ. സ്നേഹം നിറഞ്ഞ പേരാവൂർ മണ്ണിന്റെ ഇന്നത്തെ മുഖ്യ അതിഥിയായി നമുക്കെല്ലാം സുപരിചിതനായ ഇന്നത്തെ MS ഗോൾഡിന്റെ ഉദ്ഘാടകൻ ശ്രീ ധ്യാൻ ശ്രീനിവാസ് ഫിലിം സ്റ്റാർ, അതിനേക്കാൾ ഉപരി ഇവിടുത്തെ ജനങ്ങളാണ്. എനിക്ക് തോന്നുന്നു മലയോര മേഖലയിലെ മണിമുത്തുകളാണ് പേരാവിന്റെ ആൾക്കാർ. ആ മണിമുത്തുകൾ MS ഗോൾഡിന് എല്ലാ സഹായങ്ങളും ഉണ്ടാവും. അതിന് എൻ്റെ വക എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. നിർത്തുന്നു. നമസ്കാരം. ജയ് ഭാരത്. താങ്ക്സ് എ ലോട്ട്. നമ്മൾ നേരെ ലക്കി ഡ്രോയിലേക്ക് നീങ്ങുകയാണ്. 1 ലക്ഷം രൂപയുള്ള സമ്മാനങ്ങളിലേക്ക് നമ്മൾ നീങ്ങാൻ പോകുന്നു. ധ്യാൻ ചേട്ടനെ കൊണ്ട് 10 ലക്കി ഡ്രോയും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഇന്നത്തെ പ്രയാസം അത് മനസ്സിലാക്കിക്കൊണ്ട് ധ്യാൻ ചേട്ടൻ എന്തായാലും ഒരെണ്ണമെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി എടുക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. ചേട്ടൻ അത് എന്തായാലും നമുക്ക് വേണ്ടി ചെയ്തു തരും. കാരണം ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന ആ കലാകാരനോട്, ആ പേഴ്സണാലിറ്റിയോട് നമുക്ക് ഒരുപാട് സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉണ്ട്. അത് സംവിധായകനായിട്ട് വന്നാലും എഴുത്തുകാരനായിട്ട് വന്നാലും അഭിനേതാവായിട്ട് വന്നാലും സിനിമയുടെ സമസ്ത മേഖലകളും സ്ക്രീനിൽ ധ്യാൻ ശ്രീനിവാസൻ എന്ന് കാണുമ്പോൾ ഉറക്കെ ആഘോഷിച്ച് കൈയടിക്കുന്ന പ്രേക്ഷകരാണല്ലേ നമ്മളെല്ലാവരും അല്ലേ? ധ്യാൻ ചേട്ടൻ ഒരു ഗംഭീരമായിട്ടുള്ള കൈയടി പേരാവൂരുകാരെ നൽകുക. നമ്മൾ ആദ്യത്തെ ലക്കി ഡ്രോയിലേക്കാണ് പോകുന്നത്. ആരായിരിക്കും ആ ഭാഗ്യശാലി എന്ന് നമുക്കറിയാം. ഇത്രയും പേര് രാവിലെ മുതലേ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക. ഈശ്വരയുടെ അനുഗ്രഹം നിങ്ങളുടെ മേലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആശംസകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാ നന്മകളും ഭാവുകങ്ങളും നേരുന്നതിനായി ഈ നാടിന്റെ ഏറ്റവും ബഹുമാനനായിട്ടുള്ള പേരാവൂർ ശ്രീകൃഷ്ണ ക്ഷേത്ര മേൽശാന്തി ശ്രീ പുരുഷോത്തമൻ നമ്പൂതിരി VI അദ്ദേഹം ഈ ചടങ്ങിൽ മഹനീയമായ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. നമസ്കാരം. അദ്ദേഹത്തിന്റെ ആശംസകൾ കൂടി നമുക്ക് കേൾക്കാം. പ്രിയമുള്ള നാട്ടുകാരെ, പേരാവൂരിന്റെ MS ഗോൾഡിന്റെ എല്ലാവിധ വളർച്ചയ്ക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ട്
യു സോ മച്ച്. നമുക്ക് ഏറെ ബഹുമാനിയായിട്ടുള്ള വാർഡ് മെമ്പർ ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു വാർഡ് മെമ്പറെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായിട്ട് അഭിമാനിക്കാവുന്ന ഒരു സന്ദർഭമാണ്. പുതിയ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നു, പുതിയ മാറ്റങ്ങൾ നമ്മുടെ നഗരത്തിലുണ്ടാകുന്നു, നമ്മുടെ പട്ടണത്തിലുണ്ടാകുന്നു. അപ്പൊ എന്തുകൊണ്ടും ഏറ്റവും പ്രിയങ്കരിയായ റെജീന പൂക്കോട്ട് അവർ ആശംസകൾ നേർന്നുകൊണ്ട് നമ്മോട് സംസാരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. MS ഗോൾഡ് എന്ന ഈ സ്ഥാപനം ഇത്രയും വലിയ ഒരു സ്ഥാപനമായി ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം MS ഗോൾഡിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം തന്നെയാണ്. അതുപോലെ തന്നെ പേരാവൂരിലെ ജനങ്ങൾ MS ഗോൾഡിനോട് കാണിച്ച സഹകരണവും ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സോ മച്ച് മാം, താങ്ക്സ് എ ലോട്ട്. ധ്യാൻ ചേട്ടൻ സൂചിപ്പിച്ച പോലെ തന്നെ ശ്രീനിയേട്ടന്റെ ഒരുപാട് സുഹൃത്തുക്കളുള്ള നാടാണ്, അത്രയും വേണ്ടപ്പെട്ട നാടാണ്. അപ്പൊ ഭാവിയിൽ ധ്യാൻ ചേട്ടനും ഇവിടെ നല്ല സ്ഥലമൊക്കെ വാങ്ങിക്കും അല്ലേ? ചെറുതായിട്ട് ഒരുപാട് പേരുടെ മനസ്സിലാഗ്രഹമാണ് ധ്യാൻ ചേട്ടന്റെ. എല്ലാ വീക്കിലും ഇപ്പൊ ഇത് ഞാനൊക്കെ പറയുന്ന പോലെ, എല്ലാവരും പറയുന്ന പോലെ തന്നെ എല്ലാ സിനിമകളും കൃത്യമായി റിലീസ് ചെയ്തിട്ട് തിയേറ്ററുകളിൽ വരുന്നുണ്ട്. ശരിക്കും ഈ സിനിമകളുടെയൊക്കെ സ്ക്രിപ്റ്റ് കേൾക്കാൻ എത്ര ദിവസം, എങ്ങനെയാണ് അതിന്റെ പ്ലാനിങ്? അല്ല, അങ്ങനെ പറഞ്ഞു വരുമ്പോ ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, വലിയൊരു പവർ ഗ്രൂപ്പിനെ പറ്റി പറയുന്നുണ്ട്, കേട്ടിട്ടുണ്ടോ? അങ്ങനെ പറയുമ്പോ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന ഞാനല്ലേ, പവർ ഗ്രൂപ്പ്. അപ്പൊ പവർ ഗ്രൂപ്പിൽ പെട്ട ആളാണ്. സിനിമ വരുമ്പോഴല്ലേ ചെയ്യാൻ പറ്റുമോ, കിട്ടുമ്പോ ചെയ്യുക, അത്രേ ഉള്ളൂ. താങ്ക് യു. വളരെ സന്തോഷം. അപ്പൊ ഇനി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബഹുമാനപ്പെട്ട CA സർ രണ്ടു വാക്ക്. എനിക്കറിയാം സാർ ഒരു പക്ഷേ ഡ്യൂട്ടിയുടെ തിരക്കിലും കാര്യങ്ങളൊക്കെ, എന്നാലും ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് ഇത്രയും ഭംഗിയായ ഒരു വേദിയിൽ പ്രിയങ്കരനായ ഞങ്ങളുടെ CA സാറിന്റെ ആശംസകൾ കൂടി നേർന്ന് ഞങ്ങളോട് സംസാരിക്കണം എന്നുള്ളത്. ഓ ടി സർ. സ്നേഹം നിറഞ്ഞ പേരാവൂർ മണ്ണിന്റെ ഇന്നത്തെ മുഖ്യ അതിഥിയായി നമുക്കെല്ലാം സുപരിചിതനായ ഇന്നത്തെ MS ഗോൾഡിന്റെ ഉദ്ഘാടകൻ ശ്രീ ധ്യാൻ ശ്രീനിവാസ് ഫിലിം സ്റ്റാർ, അതിനേക്കാൾ ഉപരി ഇവിടുത്തെ ജനങ്ങളാണ്. എനിക്ക് തോന്നുന്നു മലയോര മേഖലയിലെ മണിമുത്തുകളാണ് പേരാവിന്റെ ആൾക്കാർ. ആ മണിമുത്തുകൾ MS ഗോൾഡിന് എല്ലാ സഹായങ്ങളും ഉണ്ടാവും. അതിന് എൻ്റെ വക എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു, നിർത്തുന്നു. നമസ്കാരം. ജയ് ഭാരത്. താങ്ക്സ് എ ലോട്ട്. നമ്മൾ നേരെ ലക്കി ഡ്രോയിലേക്ക് നീങ്ങുകയാണ്. 1 ലക്ഷം രൂപയുള്ള സമ്മാനങ്ങളിലേക്ക് നമ്മൾ നീങ്ങാൻ പോകുന്നു. ധ്യാൻ ചേട്ടനെ കൊണ്ട് 10 ലക്കി ഡ്രോയും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഇന്നത്തെ പ്രയാസം അത് മനസ്സിലാക്കിക്കൊണ്ട് ധ്യാൻ ചേട്ടൻ എന്തായാലും ഒരെണ്ണമെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി എടുക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. ചേട്ടൻ അത് എന്തായാലും നമുക്ക് വേണ്ടി ചെയ്തു തരും. കാരണം ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന ആ കലാകാരനോട്, ആ പേഴ്സണാലിറ്റിയോട് നമുക്ക് ഒരുപാട് സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉണ്ട്. അത് സംവിധായകനായിട്ട് വന്നാലും എഴുത്തുകാരനായിട്ട് വന്നാലും അഭിനേതാവായിട്ട് വന്നാലും സിനിമയുടെ സമസ്ത മേഖലകളും സ്ക്രീനിൽ ധ്യാൻ ശ്രീനിവാസൻ എന്ന് കാണുമ്പോൾ ഉറക്കെ ആഘോഷിച്ച് കൈയടിക്കുന്ന പ്രേക്ഷകരാണല്ലേ നമ്മളെല്ലാവരും, അല്ലേ? ധ്യാൻ ചേട്ടൻ ഒരു ഗംഭീരമായിട്ടുള്ള കൈയടി പേരാവൂരുകാരെ നൽകുക. നമ്മൾ ആദ്യത്തെ ലക്കി ഡ്രോയിലേക്കാണ് പോകുന്നത്. ആരായിരിക്കും ആ ഭാഗ്യശാലി എന്ന് നമുക്കറിയാം. ഇത്രയും പേര് രാവിലെ മുതലേ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക. അദ്ദേഹത്തിനാണ് നമ്മൾ കൈമാറുന്നത്. മൊത്തം 1 ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നമ്മൾ 10 പേർക്കായിട്ട് നൽകുമ്പോൾ ആദ്യത്തെ വിജയിയാണ് നമ്മുടെ കൂടെയുള്ളത്. നല്ലൊരു കൈയ്യടി നമുക്ക് നൽകാം ആ വിജയിക്ക് വേണ്ടി. പേര് അനൗൺസ് ചെയ്തത് തന്നെ കൃത്യമായിട്ട് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ആളുകൂടി ഉണ്ടായെന്നുള്ളത് മറ്റൊരു ഭാഗ്യമാണ്. അല്ലെങ്കിൽ ഋതു നമുക്ക് ഇവിടെ ആളെ കിട്ടുന്നത് വരെ ഇതൊരു പരമ്പരയായി നമുക്ക് തുടർന്ന് പോകാനുള്ള അവസരം ഉണ്ടായാണ്. ബട്ട് താങ്ക് യു സോ മച്ച് ഹയാസന, അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ഹലോ, എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരു അഭ്യർത്ഥന, ജസ്റ്റ് നിങ്ങൾ ഈ ഒരു സ്ഥലത്തുനിന്ന് മാറി ബാരിക്കേഡ് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുകയാണ്. ഈ വേദിയിൽ നാടം മുറിച്ചുകൊണ്ട് വിശിഷ്ട അതിഥികളോടൊപ്പം തന്നെ ഇത്രയും ഉജ്ജ്വലമായ ഒരു വിജയം നമുക്കായി ഒരുക്കി തന്ന MS ഗോൾഡ് ഡയമണ്ട്സിന് ആശംസകൾ നേർന്നുകൊണ്ട് നിറഞ്ഞ കൈയടികളോട് കൂടി തന്നെ പ്രൗഢഗംഭീരമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു മലയാളികളുടെ സ്വന്തം ശ്രീ ധ്യാൻ ശ്രീനിവാസൻ. അപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ പാടനെ ധ്യാൻ ശ്രീനിവാസൻ്റെ കൂടെ ഷോറൂം സന്ദർശിക്കാൻ കഴിഞ്ഞു എന്നുള്ള വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് ധ്യാൻ ശ്രീനിവാസനൊക്കെ സംസാരിച്ചത്. നമ്മളോടൊക്കെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ സാധിച്ചു. ഞാൻ എപ്പോഴും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വ്ളോഗ് രീതിയിൽ വാർത്ത ചെയ്യാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം തങ്ങളുടെ പ്രവർത്തന ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റി എന്നുള്ളതൊക്കെ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു വാർത്തയായിട്ട് ചെയ്യാൻ എനിക്ക് തോന്നി. കുറച്ചുകൂടി പറഞ്ഞൊരു വ്ളോഗ് രൂപത്തിൽ ചെയ്യാമെന്നാണ് പിന്നീട് തീരുമാനമെടുത്തതായിരുന്നു. ഈ ഒരു വീഡിയോ വേണ്ടി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമ്മുടെ കമൻറ്റ് വെച്ച് കമൻറ്റ് രേഖപ്പെടുത്താൻ നമ്മൾ ഒരിക്കലും മറക്കരുത്.
എന്നെ ഈ ഒരു പരിപാടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു മുനീർക്കായിരുന്നു. നമ്മളൊക്കെ ട്രീറ്റ് ചെയ്തു എന്നുള്ള കാര്യം എടുത്ത് പറയുന്നു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ തന്നെ പോയപാടെ നമുക്ക് ഷോറൂം സന്ദർശിക്കാനുള്ളൊരു ഇൻവൈറ്റ് ഉണ്ടായിരുന്നു. കാരണം മീഡിയ ഇൻവൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഉദ്ഘാടനത്തിന് മുമ്പായി ഷോറൂം സന്ദർശിക്കാനുള്ളൊരു ഓപ്ഷൻ ഷോറൂം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രൗഡൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ഷോറൂമിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനും ഡിസൈൻസൊക്കെ വേണ്ടി കാണിക്കാൻ വേണ്ടി വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ സാധിക്കും. നിങ്ങളിപ്പം കാണുന്നതൊക്കെ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് ഷോറൂമുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകളുടെ ബന്ധുക്കളും അതുപോലെ തന്നെ മീഡിയ ഇൻവൈറ്റ് ലഭിച്ച ആളുകൾക്കൊക്കെയാണ് രാവിലെ 9 മണിക്ക് തുറന്നു നൽകിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെഡ്ഡിങ് ഡിസൈൻസ് ഒക്കെ അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള വളരെ പ്രത്യേകത. പിന്നീട് എടുത്തു വന്നതിൻ്റെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 3-ാം തീയതി വരെ ഷോറൂം സന്ദർശിക്കുന്ന ആളുകൾക്ക് 2.9% പണിക്കൂലിയിലാണ് സ്വർണം നൽകുക എന്നുള്ള കാര്യം MS Gold അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നാളെ തന്നെ ഷോറൂം സന്ദർശിക്കാൻ നോക്കുക. ഒരുപാട് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ, ഒരുപാട് മോഡൽ ആഭരണങ്ങളൊക്കെ കാണാം. നിങ്ങളെന്തായാലും എത്രയും പെട്ടെന്ന് MS Gold & Diamondsന്റെ പേരാവുള്ള ഏറ്റവും പുതിയ ഷോറൂം സന്ദർശിക്കാം. സ്റ്റാഫിൻ്റെയൊക്കെ പെരുമാറ്റം വളരെ നല്ല രീതിയിൽ തന്നെയാണ് സ്റ്റാഫൊക്കെ നമ്മളോടൊക്കെ പെരുമാറിയത്. നിങ്ങളെന്തായാലും ഷോറൂം സന്ദർശിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു പ്രൊഡക്റ്റെങ്കിലും എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങില്ല എന്നുള്ള കാര്യം ഞാൻ 100% ഉറപ്പ് തരാം. അത്രക്കും ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളാണെങ്കിലും ഡിസൈൻസ് ആണെങ്കിലും ഒരുപാടുള്ള ഒരു ജ്വല്ലറി തന്നെയാണ് പേരാവതുകാർക്ക് വേണ്ടി MS Gold ഒരുക്കിയിരിക്കുന്നതെന്ന് തന്നെ പറയുന്നതായിരിക്കും. നല്ലൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ലഭിക്കുക. ഒരുപാട് വെറൈറ്റി കളക്ഷൻസുകളും കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇത് നമ്മുടെ കൂട്ടുകാരൻ്റെ അമ്മയാണ്, സ്മിതേച്ചിയാണ്. അപ്പോൾ ഇവരുടെ മോനാണ് എൻ്റെ കൂടെ ക്യാമറ ഷൂട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇവനാണ് നവരംഗാണ് നമ്മുടെ ഇന്നത്തെ മുഴുവൻ വർക്കും ക്യാമറ ഷൂട്ട് ചെയ്ത് വന്നിരിക്കുന്നത്. നമുക്ക് ധ്യാൻ ചേട്ടൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ സാധിച്ചു എന്നുള്ള വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഓണറായ മുഹമ്മദ് സാറിൻ്റെ കൂടെയും ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ.